രാജ്യം മുഴുവൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ഭീകരരെ വെള്ളപൂശാൻ ശ്രമിച്ച് മുസ്ലിം ലീഗ് നേതാവ്. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിന്റെ മതസ്പർദ്ധ വളർത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ മേൽ ചാർത്തുകയാണെന്നും ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണെന്നുമായിരുന്നു ബഷീർ വെള്ളിക്കോത്തിന്റെ പോസ്റ്റ്. അനഘ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, എന്താണ് ഇതിൽ പറയുന്നത്? നമ്മുടെ രാജ്യം മുഴുവൻ ഭീകരവാദത്തെ ഒന്നായി ചെറുത്ത് തോൽപ്പിക്കാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഭീകരവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായ ബഷീർ വള്ളിക്കോത്താണ് ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ പഹൽഗാം ഭീകരവാദികൾക്ക് പിന്തുണയാണ് കൃത്യമായി നൽകുന്നത്. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് തുടങ്ങുന്നത് പോലും. അതായത് ഈ അക്രമം മറ്റാരോ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്, അത് മറ്റ് ഭീകരവാദത്തിന്റെയോ അല്ലെ മറ്റ് താല്പര്യങ്ങളോ ഒന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല ഈ ആക്രമണത്തിലൂടെ ഈ മുസ്ലിം വിഭാഗത്തെ അതിന് ഇരയാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ പോസ്റ്റുകൾ നേതാക്കൾ നടത്തുന്നത്. ഭീകരരെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ്. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിന്റെ ഈ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ വ്യക്തമാകും. മതസ്പർദ്ധ വളർത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിപ്പോൾ ആകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്, അത് വിവാദമായിരിക്കുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ മേൽ ചാർത്തുകയാണ് എന്നാണ്, ഈ ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുമൊക്കെയാണ് ബഷീർ വെള്ളിക്കോത്ത് ഈ പോസ്റ്റിൽ പറയുന്നത്. അനഘ റിപ്പോർട്ട് നൽകുകയായിരുന്നു.